ഓക്കെ. തുടങ്ങട്ടെ ബ്രോ? റെഡി പ്രഭു, തുടങ്ങാം. ജയ രാധാ മാധവ കുഞ്ച ബിഹാരി, ജയ രാധാ മാധവ കുഞ്ച ബിഹാരി, ജയ ഗോപി ജന വല്ലഭ ഗിരിവരധാരി, ജയ ഗോപി ജന വല്ലഭ गिरिवरधारी, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यमुना तीरावनचारी, यमुना तीरावनचारी, जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय गोपी जन वल्लभा गिरिवरधारी, जय गोपी जन वल्लभा गिरिवरधारी, यशोदानंदन व्रज जन रंजन, यशोदानंदन व्रज जन रंजन, यमुना तीरावनचारी, यमुना तीरावनचारी, जय राधा माधवा कुंज, जय राधा माधवा कुंज बिहारी, जय गोपी जन वल्लभा गिरिवरधारी, जय राधा माधवा कुंज बिहारी, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम राम हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, जय प्रभुपादा प्रभुपादा श्रील प्रभुपादा, जय गुरुदेवा गुरुदेवा जय गुरुदेव, जय गौर हरि बोल हरि बोल हरि बोल, जय गौर हरि बोल, जय गौर हरि बोल हरि बोल हरि बोल, जय गौर हरि बोल। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकथां मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं
श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सकलललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते। सप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യ ഈശ്വരം ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തർക്കും ഹാർദമായ സ്വാഗതം. രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന 9ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഒരു ഏറ്റവും വലിയ ദുരാചാരി പോലും ഭഗവാനെ ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ സാധു എന്ന് കണക്കാക്കണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാരണം അയാള് ചിലപ്പോ വഴിതെറ്റിപ്പോയി എന്നുണ്ടെങ്കിലും ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് അവര് തിരിച്ചു വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉള്ളത് കൊണ്ട് അവരെ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് മുന്നോട്ടുള്ള ഗതി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ 31ാമത്തെ ശ്ലോകത്തില് ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്ലോകം 31. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം വാസുദേവായ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം വാസുദേവായ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തി നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥം. സഹ അവൻ ക്ഷിപ്രം അതിവേഗത്തിൽ ധർമാത്മാ ഭവതി ധർമാത്മാവായി തീർന്ന് ശശ്വത് ശാന്തി ശാശ്വതമായ ശാന്തിയെ നികച്ചതി പ്രാപിക്കുന്നു. കൗന്ദേയ, ഹേ കുന്തി പുത്ര, മേ ഭക്ത എന്റെ ഭക്തൻ ന പ്രണശ്യതി ഇതി നശിക്കുന്നില്ല എന്ന് പ്രതിജാനീഹി നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ. അവൻ അതിവേഗത്തിൽ ധർമാത്മാവായി തീർന്ന് ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. ഹേ കുന്തി പുത്ര, എന്റെ ഭക്തൻ നശിക്കുന്നില്ല എന്ന് നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ. ഇപ്പോ കൃഷ്ണാവബോധത്തിന്റെ ആ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഒരാള് നല്ലൊരു പുണ്യാത്മാവായിട്ട് തീരും. ധർമാത്മാ ഭവതി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആശങ്കയ്ക്കുള്ള യാതൊരു വഴിയുമില്ല. ഭക്തന്മാരുമായിട്ടുള്ള സഹവാസം, അതുപോലെ തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം, യമനിയമങ്ങൾ പരിപാലിക്കുക, ഇതെല്ലാം തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അനുഷ്ഠിച്ചു വന്നാൽ മാത്രം മതി. ഇപ്പോ ഭൗതിക ലോകത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഏതൊരു പൊസിഷൻ കിട്ടണം എന്നുണ്ടെങ്കിലും അതിൻ്റെതായിട്ടുള്ള യോഗ്യതകൾ നമ്മൾ നേടിയിരിക്കണം. പ്രഭു അതൊരു ഉദാഹരണം പറയുന്നത്, ഇപ്പൊ ഒരു ഹൈക്കോടതി ജഡ്ജ് ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പോ അതൊരു ഇലക്ഷനിൽ കൂടെ നമുക്കൊരു ഹൈക്കോടതി ജഡ്ജ് ആവാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ടുള്ള യോഗ്യതകൾ നേടണം. ആദ്യം തന്നെ നല്ലൊരു വക്കീലാവണം. പിന്നെ ആ വക്കീല് ഹൈക്കോടതിയില് പല കേസുകളും വാദിച്ചിട്ട് അയാളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ടാവണം. പിന്നെ ബാർ അസോസിയേഷന്റെ, ബാർ കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ വേണം. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലും ഗവൺമെന്റിന് ബോധ്യപ്പെടണം ഇയാള് ഹൈക്കോടതി ജഡ്ജിന്റെ ആ പോസ്റ്റിന് യോഗ്യനാണ് എന്നുള്ള ഗവൺമെന്റിന് ബോധ്യപ്പെടണം. എങ്കിൽ മാത്രമേ അയാൾക്കൊരു ഹൈക്കോടതി ജഡ്ജ് ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഏത് കമ്പനിയിൽ നമ്മൾ ഏത് പൊസിഷനിലും നമുക്ക് പ്രൊമോഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കഴിവ് തെളിയിക്കണം. പക്ഷെ ഒരു ഭക്തനാകാൻ ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള യാതൊരു കഴിവുകളുടെയും ആവശ്യമില്ല. ഒരു വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും തന്നെ വേണ്ട. ഒരു ഭക്തൻ കൃഷ്ണാവബോധത്തിന്റെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രം അയാള് മുന്നോട്ടുള്ള പാതയിൽ വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാനായിട്ട് ആൾക്ക് സാധിക്കും. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ആ 26 ഗുണങ്ങള്, അതെല്ലാം തന്നെ ഒരു ഭക്തന് തനിയെ വന്നു ചേരും. സത്യസന്ധത, ലാളിത്യം, സഹിഷ്ണുത, ത്യാഗം, ധൈര്യം തുടങ്ങിയിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്ത 26 ഗുണങ്ങളും ഒരു ഭക്തന് അത് തനിയെ തന്നെ വന്നു ചേരും. ഓരോ ഗുണങ്ങളും ആർജിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭക്തനും പ്രത്യേകം യത്നിക്കേണ്ട കാര്യമില്ല. കൃഷ്ണാവബോധത്തിന്റെ മാർഗം സ്വീകരിക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് മാത്രമേ അതിനാവശ്യമുള്ളൂ. ഭൗതികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതകളും ഒരു ഭക്തനാകാനായിട്ട് നേടേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിച്ചേക്കാം, ഇപ്പൊ കരുതി കൂട്ടിയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒരാളിപ്പോ ഹീനകൃത്യങ്ങള് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ ശുദ്ധഭക്തനാകാനായിട്ട് സാധിക്കും? അപ്പോ ശ്രീലപ്രഭുവാര് പറയുന്നുണ്ട് ഒരു ലെക്ചറിൽ, അങ്ങനെ കരുതി കൂട്ടിട്ട് ഹീനകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാള് ഒരിക്കലും ഭഗവത് സേവനത്തിന് മുതിരില്ല. അപ്പോ നമ്മുടെ 7-ാം അധ്യായത്തിലെ ചർച്ച ചെയ്യും, നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തേ നരാധമാഹ. നമ്മൾ പറഞ്ഞിരുന്നു, ദുഷ്കൃതികൾ, മൂഢന്മാര്, അവരൊന്നും തന്നെ അങ്ങനെ ഭഗവാനെ സമീപിക്കാനായിട്ട് തയ്യാറാവില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന നല്ല ഗുണങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷെ ശ്രവണം, കീർത്തനം തുടങ്ങിയിട്ട് ഉള്ള ആ നവവിധ ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ ആ ഹൃദയത്തിലെ കൽമഷങ്ങളെല്ലാം പതിയെ പതിയെ ഇല്ലാതായി തീരും.
അങ്ങനെ നിരന്തരമായിട്ടുള്ള ആ ഭഗവത് ധ്യാനം ഒരു ഭക്തനെ പരിശുദ്ധനാക്കി തീർക്കും. അങ്ങനെയാണ് അയാള് ശാശ്വതശാന്തി നികച്ചത്, ശാശ്വതമായിട്ടുള്ള ശാന്തിയെ അയാൾ നേടുന്നത്. അങ്ങനെയുള്ളവര് ഒരിക്കലും പിന്നീട് ഒരു ഹീനകർമ്മങ്ങൾ ചെയ്യാനായിട്ട് തോന്നില്ല. ചിലപ്പോ നമ്മള് മറ്റേ അജാമിലന്റെ ചരിത്രം പറഞ്ഞതുപോലെ ചെറിയൊരു വീഴ്ചയൊക്കെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ അവരെ ഒരിക്കലും കൈവിടില്ല. കാരണം അവർക്ക് എപ്പോഴും ആ ഉയർന്ന ആ ഭഗവത് ഭക്തിയോടുള്ള ആ ടേസ്റ്റ് അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ അത് എങ്ങനെങ്കിലും ഭഗവാൻ പുറത്തെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പരം ദൃഷ്ട്വാ എന്ന് ഓർത്തത് ഒരു ശ്ലോകത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരേ ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. കൃഷ്ണാവതാന്മാരായി കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോ എന്തുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കൗന്ദേയ പ്രതിജാനീഹീനമേ ഭക്തി അർജുന, നീ ധൈര്യമായിട്ട് വിളിച്ചു പറഞ്ഞോളൂ, എന്റെ ഭക്തന്മാർക്ക് നാശം സംഭവിക്കുന്നില്ല എന്ന് നീ വിളിച്ചു പറയും എന്ന് എന്തുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്? കാരണം ഒരു ഭക്തൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിപാലിക്കാനായിട്ടുള്ള ആ ഒരു ഡ്യൂട്ടി അത് ഭഗവാൻ തന്നെ ഏറ്റെടുക്കും. ഇപ്പോ അർജുനൻ ആ ബ്രാഹ്മണന്റെ പുത്രന്മാരെ മരിച്ച സമയത്ത് ബ്രാഹ്മണൻ വന്നിട്ട് അർജുനനോട് പറഞ്ഞു, എന്റെ പുത്രന്മാരെല്ലാം മരിച്ചു പോന്നു, അങ്ങ് ഇത്ര വലിയ ഒരു യോദ്ധാവായിട്ട് അങ്ങക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ചപ്പോഴേ അർജുനൻ പറഞ്ഞു, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്പും വില്ലൊക്കെ വെച്ചൊരു വലിയ കോട്ടയൊക്കെ കെട്ടിയിട്ട് കാത്തു. പക്ഷെ എന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. അടുത്ത പുത്രൻ ഉണ്ടായപ്പോഴും മരിച്ചുപോയി. അപ്പൊ അർജുനൻ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്താണ് ഭഗവാൻ ഇടപെടുന്നത്. ഭഗവാൻ ഇടപെട്ടിട്ട് അങ്ങനെ യമലോകത്ത് പോയിട്ട് ആ മരിച്ചുപോയ എല്ലാ പുത്രന്മാരെയും തിരിച്ചു കൊണ്ടുവരികയുണ്ടായി. അപ്പോ ഒരു ഭക്തൻ ഒരു കാര്യം പ്രോമിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അതിന് വീഴ്ച പറ്റില്ല. കാരണം അത് നിലനിർത്താനായിട്ട് ഭഗവാൻ തന്നെ ഉദ്യമിക്കും. പക്ഷെ കൃഷ്ണൻ പലപ്പോഴും തന്റെ വാക്കുകൾ തെറ്റിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ആ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദുര്യോധനനും അതുപോലെ തന്നെ അർജുനനും ഭഗവാന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, എന്റെ സൈന്യത്തിനെ മുഴുവൻ ഞാൻ ഒരാൾക്ക് തരാം, ഞാൻ മറ്റേ വശത്ത് നിൽക്കാം, പക്ഷെ ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ദുര്യോധനൻ വിചാരിച്ചു, ഇങ്ങനെ ആയുധം എടുക്കാത്ത ഒരാളെ കിട്ടിയിട്ട് എന്താ കാര്യം? അപ്പൊ എനിക്ക് അങ്ങയുടെ സൈന്യത്തെ മതി എന്ന് പറയാം. അപ്പൊ അത് കേട്ടപ്പോ അർജുനനും സന്തോഷമായി. ഓ, ഈ വിദ്യാസുരൻ കൃഷ്ണനെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ അർജുനനും സന്തോഷത്തോട് എനിക്ക് അങ്ങുണ്ടായാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ അർജുനന്റെ തേരാളിയായി. അങ്ങനെ യുദ്ധം അതിന്റെ ഔച്ചസ്ഥിതിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഈ കുരുക്കളെല്ലാവരും ഇങ്ങനെ മരിച്ചു വീഴുകയാണ്. അപ്പൊ ദുര്യോധനൻ പോയിട്ട് ഭീഷ്മദേവനോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് എന്താണ് കാര്യം? അങ്ങയുടെ കൂറ് മുഴുവൻ പാണ്ഡവരോടാണ്. അപ്പൊ അങ്ങനെ ഇൻസൾട്ട് ചെയ്തു ഭീഷ്മപിതാമഹനെ. ഭീഷ്മപിതാമഹൻ പറഞ്ഞു, നാളത്തെ ഒരു ദിവസം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ 5 പേരെയും വധിച്ചിരിക്കും, പാണ്ഡവന്മാരെ എന്ന് പറഞ്ഞു. അങ്ങനെ 5 അമ്പും വില്ലെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, അത് അങ്ങ് എനിക്ക് തന്നേക്കും, ഞാൻ അത് നാളെ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തരാം എന്നും പറഞ്ഞിട്ട് അപ്പൊ ഭീഷ്മപിതാമഹൻ അത് എടുത്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ദുര്യോധനൻ അത് കൊണ്ടുപോയി. ഇപ്പോ കൃഷ്ണൻ അന്തർയാമിയാണ്. കൃഷ്ണ ഈ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അർജുനനോട് പറഞ്ഞു, അർജുന, നീ ഒരു കാര്യം ചെയ്യും, കാരണം ഇന്നത്തെ യുദ്ധം കഴിഞ്ഞു, നീ ദുര്യോധനന്റെ കുടീരത്തിലെപ്പോ ദുര്യോധനന്റെ കയ്യിലൊരു 5
അമ്പിരിക്കുന്നുണ്ട്. ഇനി അതിന് വാങ്ങിച്ചു കൊണ്ടുപോരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അർജുനൻ ദുര്യോധനന്റെ ക്യാമ്പിൽ പോയി. അപ്പോ ദുര്യോധനൻ സ്വീകരിച്ചിരുത്തി, അർജുനൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? കാരണം ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് മാത്രമേ അവർ തമ്മിൽ ശത്രുതയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവര് സുഹൃത്തുക്കളെ പോലെ, സഹോദരങ്ങളെ പോലെയാണ്. അപ്പോ അർജുനൻ പറഞ്ഞു, ഒന്നും വേണ്ട, എനിക്ക് ആ 5 അമ്പ് കിട്ടിയാൽ മതി പറഞ്ഞു. അങ്ങനെ അതും വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. അപ്പോ ദുര്യോധനൻ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് അത് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിച്ചത്. പക്ഷെ എന്ത് കാര്യമുണ്ടായി? അതുകൊണ്ട് പ്രയോജനമുണ്ടായില്ല. കാരണം എന്തുകൊണ്ടാണ്? ദുര്യോധനൻ ഭഗവാന്റെ ഭക്തനല്ല. അങ്ങനെ പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് യുദ്ധം തുടങ്ങി. ഈ അർജുനൻ മരിക്കും എന്നുള്ളൊരു സാഹചര്യം വരുത്തി. അത്രയും അർജുനന്റെ ദേഹത്ത് രഥമെല്ലാം പൊടിഞ്ഞ് കഷ്ണങ്ങളായിപ്പോയി. അങ്ങനെ അർജുനൻ താഴെ വീണു രഥത്തിൽ നിന്ന്. അപ്പോ അർജുനൻ മരിക്കും എന്നുള്ളൊരു സാഹചര്യത്തിലെത്തിയപ്പോഴ് കൃഷ്ണൻ ചാടിയിറങ്ങുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ ആ പൊളിഞ്ഞ രഥത്തിന്റെ ചക്രം എടുത്തിട്ട് ഭീഷ്മ പിതാമഹന് നേരെ എറിയാനായിട്ട് അങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. അപ്പൊ പിതാവിനും അത് കണ്ടപ്പോ സന്തോഷമായി. ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാമല്ലോ എന്നുള്ള ആ സന്തോഷത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് അർജുനൻ ചെന്ന് കൃഷ്ണന്റെ കാൽക്കൽ പിടിക്കുന്നത്. അങ്ങ് യുദ്ധം ചെയ്യില്ല എന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് ചക്രം എടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോ അതാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ ചിലപ്പോ എന്റെ വാക്ക് തെറ്റിച്ചെന്നിരിക്കും, പക്ഷെ എന്റെ ഭക്തന്മാരുടെ വാക്ക് തെറ്റിക്കാനായിട്ട് ഞാൻ ഒരിക്കലും അവസരം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിലെ ഭഗവാൻ അർജുനനോട് പറയുന്നത്, നീ ഉറച്ചു പ്രഖ്യാപിക്കുക നമേ ഭക്തി പുനശ്ശതി. കാരണം നീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കെന്നല്ല എൻ്റെ ഒരു ഭക്തന്മാർക്കും നാശം സംഭവിക്കില്ല. നമ്മളുടെ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്, അത് ശ്രീല പ്രഭുവാർ പറയുന്നത് ഒരു ഫുട്ബോൾ പോലെയാണ്. കാരണം ഫുട്ബോൾ ഇപ്പൊ കളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുട്ബോളിന് ഒരിക്കലും ഒരു സ്ഥിരമായിട്ടുള്ള സ്ഥാനമില്ല. അത് കളിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് മനുഷ്യ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ ഒരു നായയുടെ ശരീരത്തിലായിരിക്കും, മറ്റന്നാൾ പൂച്ചയുടെ ശരീരത്തിലായിരിക്കും, അല്ലെങ്കിൽ അതിനടുത്ത ജന്മത്തിലൊരു മത്സ്യത്തിന്റെ ശരീരത്തിലായിരിക്കും. അപ്പോ അതിനൊരു സ്ഥിരതയില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ജന്മത്തിൽ ഇന്ത്യയിലാ ജനിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പോ AC റൂമിലൊക്കെ താമസിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. അങ്ങനെ ആഗ്രഹത്തോടെ മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ അന്റാർട്ടിക്കയിലായിരിക്കും അവർക്ക് ജന്മം കിട്ടുന്നത്. അപ്പോ അതിന് യാതൊരു സ്ഥിരതയുമില്ല. പക്ഷെ ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഭൗതിക ശരീരത്തിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വരില്ല. നമേ ഭക്തി പുനശ്ശതി എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ഈ ശ്ലോകത്തിന്റെ പ്രാധാന്യം. ഭഗവാന്റെ ഭക്തനാകുക. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, തേഷാമഹം സമൃദ്ധ മൃത്യു സംസാര സാഗര എന്ന് പറയുന്നുണ്ട്. ഞാൻ തന്നെ കൈ പിടിച്ചിട്ട് അവരെ ഈ മൃത്യുസാഗരത്തിൽ നിന്ന് ഞാൻ അവരെ ഉയർത്തിക്കൊണ്ടുപോകും എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോ എല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാകുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് ആർക്ക് വേണമെങ്കിലും ആകാം. അതിനിപ്പോ ഒരു ബ്രാഹ്മണനാകണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജകുടുംബത്തിൽ ജനിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല. അർജുനൻ ജനിച്ചത് രാജകുടുംബത്തിലാണ്. അതേസമയം വിതുര മഹാത്മാവ് അദ്ദേഹം ഒരു ദാസിപുത്രനായിരുന്നു അല്ലെ. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ ഹനുമാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളുടെ കുലത്തിലാണ് ജനിച്ചത്. അപ്പോ അങ്ങനെ എവിടെ ജനിക്കണം അല്ലെങ്കിൽ ആരായിട്ട് ജനിക്കണം ഒന്നുമില്ല. ഭഗവാന്റെ ഭക്തനാകുക എന്നുള്ള ആ ഒരു ഗുണം മാത്രമേ വേണ്ടൂ. ആർക്കും തന്നെ ആ പരമമായിട്ടുള്ള പദത്തിനെ പ്രാപിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് 32ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം വായിച്ചു നോക്കാം. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേപി സ്യുപാപയോനയഃ സ്ത്രിയോ വൈശ്യസ്തദാ ശൂദ്ര തേപി യാന്തി പരാം ഗതിഃ. മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേപി സ്യുപാപയോനയഃ സ്ത്രിയോ വൈശ്യസ്തദാ ശൂദ്ര
തേപി യാന്തി പരാം ഗതിഃ മാം ക്ഷിപാർത്ഥവ്യപാശ്രിത്യ യേപി സ്യുഃപാപയോനയഃ ശ്രീയോ വൈശ്യസ്തദാ ശൂദ്രാ തേപി യാന്തി പരാം ഗതിഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാം ഹി പാർത്ഥാവ്യാപാശ്രിത്യ യേപി സ്യുഃപാപയോനയ ശ്രീയോ വൈശ്യസ്തദോ ശൂദ്രാ തേ അഭിയാന്തി പരാം ഗതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാസുദേവായ. മാം ഹി പാർത്ഥാവ്യപാശ്രിത്യ യേപി സ്യുഃപാപയോനയ ശ്രീയോ വൈശ്യസ്തദാ ശൂദ്രാസ്താപി യാന്തി പരാം ഗതിം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. മാം ഹി പാർത്ഥ വ്യാപ്യസൃത്യ യേപി സ്യു പാപയോനയഃ സ്ത്രീയോ വൈശ്യസ്തദാ ശൂദ്രാസ്തദേവി യാന്തി പരാം ഗതി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാം ഹി പാർത്ഥ വ്യാപാശ്രിത്യ യേപി സ്യുഃപാപയോനഃ സ്ത്രീയോ വൈശ്യസ്തദാ ശൂദ്രഃ തേപി യാന്തി പരാം ഗതിം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാം ഹി പാർത്ഥാവ്യപാശ്രിത്യ യോ അഭിസ്യുഃപാപയോനഃ സ്ത്രീയോ വൈശ്യസ്തദാ ശൂദ്രാ തേപി യാന്തി പരാം ഗതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം ഭാവാർത്ഥം. എന്തെല്ലാം പറഞ്ഞു ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ. അവിടെ വേറെന്തൊക്കെ ആരൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. വേറൊരാളെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ചത് എന്റെ ജീവിത ഷീലയായിരുന്നു അവിടെ അമ്പലത്തിൽ. ഷീല അറിയാവോ? അവരറിയുന്നില്ല, അവര് ലോകകാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. ശോഭന മാതാജി ബ്രോ മീറ്റ് ചെയ്തോ? ശ്രീല പ്രഭുപാദരുടെ വിവർത്തനവും ഭാവാർത്ഥവും. പാർത്ത, അല്ലയോ പാർത്ത, മാം ഹി, എന്നെ മാത്രം, വ്യപാശ്രിത്യ, ആശ്രയിക്കുന്നവർ, പാപയോനേഹ അഭി, അധമകുലത്തിൽ പിറന്നവരായാലും, സ്ത്രീകളോ വൈശ്യ കച്ചവടക്കാരോ തഥാ ശൂദ്ര അല്ലെങ്കിൽ ശൂദ്രരോ, തേബി ആരുമായിക്കോട്ടെ, ഏ അപി അവർ പോലും, പരാംഗതിം യാന്തി പരമപദം പ്രാപിക്കും. അല്ലയോ പാർത്ത, എന്നെ മാത്രം ആശ്രയിക്കുന്നവർ, അധമകുലത്തിൽ പിറന്നവരായാലും സ്ത്രീകളോ കച്ചവടക്കാരോ അല്ലെങ്കിൽ ശൂദ്രരോ ആരുമായിക്കോട്ടെ അവർ പോലും പരമപദം പ്രാപിക്കും. ഭഗവത് സേവനത്തില് നേരത്തെ പറഞ്ഞതുപോലെ നീചമായിട്ടുള്ള സ്ഥിതികള് അതൊന്നും തന്നെ ബാധകമല്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ ഉറപ്പിച്ച് പറയുന്നത്. ശ്രീമദ് ഭാഗവത്തിലെ 2-ാം സ്കന്ധത്തില് ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജനോട് പറയുന്നുണ്ട്, കിരാടശൂനാന്ധ്ര പുളിന്ദ പുൽക്കഷ അപീര ശുംഭ യവനാകൃഷാദയ യേന്യചാപാപ യഥവാശ്രയാശ്രയ ശുദ്ധ്യന്തി തസ്മൈ പ്രഭ വിഷ്ണുവേ നമഃ എന്ന് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞിരിക്കുന്ന കിരാടരോ ശൂന്യരോ പുളിന്ദരോ പുൽക്കഷരോ യവനന്മാരോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ ആരായിക്കഴിഞ്ഞാലും ശരി, ഭഗവാനെ അവര് ഭഗവത് സേവനം അനുഷ്ഠിക്കുക എന്നുണ്ടെങ്കിൽ അവരെല്ലാം ശുദ്ധ്യന്തി, അവരെല്ലാം ശുദ്ധാത്മാക്കളായിട്ട് തീരും എന്ന് പറയുന്നുണ്ട്. ശ്രീലപ്രഭുപാദര് വേറൊരു ശ്ലോകം പറയുന്നുണ്ട്, അതായത് ചണ്ഡാലോ വിദുജശ്രേഷ്ഠ ഹരിഭക്തി പരായണ ഹരിഭക്തി വിഹീനശ്ച ദുജോപി ശുപചാതമഹ എന്ന് പറയുന്നുണ്ട്. ചണ്ഡാലോ വിദുജശ്രേഷ്ഠ, ഒരു നായ്മാംസം ഭക്ഷിക്കുന്ന ഒരാള് പോലും ഹരിഭക്തി പരായണ, അതായത് ഭഗവാൻ ഹരിയോടുള്ള ഭക്തിയില് മുഴുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളും ദ്വിജശ്രേഷ്ഠ, ബ്രാഹ്മണരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായിട്ട് കണക്കാക്കണം.
അതേസമയം ബ്രാഹ്മണ കുലത്തിൽ പിറന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ദ്വിജോപി ബ്രാഹ്മണ കുലത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഹരിഭക്തി വിഹീനശ്ച അഥവാ ഭഗവത് ഭക്തി ഇല്ല എന്നുണ്ടെങ്കിൽ സ്വപചാത് അധമഹ അയാളൊരു നായ്മാംസം ഭക്ഷിക്കുന്ന ഒരാളെക്കാളും അധമനായിട്ട് കണക്കാക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വേദങ്ങളിൽ വർണ്ണാശ്രമ ധർമ്മത്തിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതുപോലെ തന്നെ ശ്രീലപ്രഭുവിന്റെ ഭാവാർത്ഥത്തിലും പറയുന്നത് സ്ത്രീകളും ശൂദ്രരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വൈദിക സംസ്കാരം അനുസരിച്ചിട്ട് സ്ത്രീകൾക്ക് ബ്രാഹ്മണ കുലത്തിൽ പിറന്നവരാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് പൂണൂര് കൊടുക്കുന്ന ഒരു ചടങ്ങില്ല. കാരണം അവര് സമൂഹത്തിലെ ബുദ്ധി കുറഞ്ഞ വിഭാഗത്തിൽ പെടുന്നവരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ സമുദായത്തിലും പെട്ടവര് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണം. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് തന്നെ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്കെതിരെ എന്താനാവശ്യം ചെയ്താലും അതിന് എതിരായിട്ട് ഉടനെ ആക്ഷൻ ഉണ്ടാവും. നമ്മുടെ ഗൾഫ് കൺട്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ വീട്ടുവാടകയ്ക്ക് അടയ്ക്കാൻ ഇപ്പൊ നമ്മള് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേക ലൈൻ ഉണ്ട്. അവർക്ക് പുരുഷന്മാരുടെ ലൈനിൽ നിൽക്കണ്ട. സ്ത്രീകൾ വന്നവർക്ക് ലൈൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എത്ര പുരുഷന്മാർ ലൈൻ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു സ്ത്രീ ആദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനം വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ആദ്യം തന്നെ അവര് ക്ലിയർ ചെയ്ത് വിടും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സ്ത്രീക്ക് സംരക്ഷണം നൽകുക എന്നുള്ള ഒരു കാര്യത്തില് എല്ലാ സമൂഹങ്ങളും അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. അപ്പോ അതാണ് വൈദിക സംസ്കാരം, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഭഗവാൻ അങ്ങനെ സ്ത്രീകളെ പോലും ഒരു താഴ്ന്ന കാറ്റഗറിയിൽ കണക്കാക്കുന്നില്ല. അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. അധമകുലത്തിൽ പറഞ്ഞവര് അല്ലെങ്കിൽ കച്ചവടക്കാര്, ശൂദ്രര്, സ്ത്രീകളോ ആരുമായിക്കോട്ടെ അവരൊക്കെ തന്നെ എന്നെ ആശ്രയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ സ്വീകരിക്കും എന്നുള്ളതാണ് പറയുന്നത്. കുലം ഒന്നും ഒരു തടസ്സമല്ല. ഹരിദാസ് ഠാക്കൂർ അദ്ദേഹം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് നാമാചാര്യനായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയത്. നാമാചാര്യൻ എന്ന് അദ്ദേഹത്തിന് പേര് കൊടുത്തു ഹരിദാസ് ഠാക്കൂർക്ക്. കാരണം എന്തുകൊണ്ടാണ്? ഹരിദാസ് ഠാക്കൂർ ഒരു ദിവസത്തില് 22 മണിക്കൂർ ഭഗവാന്റെ തിരുനാമം ജപിക്കുമായിരുന്നു. അതുപോലെ തന്നെ ജഗായി മതായി കള്ളുകുടിയന്മാരായിരുന്നു, പിടിച്ചുപറിക്കാരായിരുന്നു. നിത്യാനന്ദപ്രഭുവിന്റെ കൃപ കൊണ്ട് അവരും ഭഗവാന്റെ ഭക്തന്മാരായി, അതുപോലെ തന്നെ നിത്യാനന്ദപ്രഭുവിന്റെ ശിഷ്യന്മാരായി തീർന്നു. വിഭീഷണൻ ജനിച്ചത് അസുരകുലത്തിലാണ്. പക്ഷെ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിന് 2 കൈ നീട്ടി സ്വീകരിച്ചു അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ സുഗ്രീവാദികളെ തുടങ്ങിയവരൊക്കെ മൃഗങ്ങളായിരുന്നു. ജാമ്പവാൻ പക്ഷിയായിരുന്നു. ഇപ്പൊ ഗോപന്മാർ അവർ വൈശ്യകുലത്തിൽ ജനിച്ചവരായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുലം ഒന്നും ഒരു തടസ്സമല്ല ഭഗവത് ഭക്തി പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ശ്രീലാപ്രഭുവാരുടെ തുടക്കത്തിലെ ശിഷ്യന്മാര് അവരെല്ലാം എങ്ങനെയുള്ളവരായിരുന്നു എന്നുള്ളത് നമുക്ക് ശ്രീലാപ്രഭുവാരുടെ ആ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ കഞ്ചാവും കള്ളും എല്ലാം അടിച്ച് യാതൊരു തരത്തിലുള്ള യമനിയമങ്ങളും പാലിക്കാതെ ജീവിച്ചിരുന്നവരാണ്. പക്ഷെ ശ്രീലപ്രഭുവാരുടെ കൃപ കൊണ്ട് അവരെല്ലാം വലിയ വലിയ ഭക്തന്മാരും സന്യാസിമാരും ഒക്കെ ആയിട്ട് തീർന്നു. അപ്പോ എല്ലാവർക്കും തന്നെ ആധ്യാത്മികമായിട്ട് ഉയരാനായിട്ടുള്ള അവസരം ഭഗവാൻ നൽകുന്നുണ്ട്. അതാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്. അപ്പോ അതിന്റെ പ്രയോജനം എടുക്കുന്നവരുമുണ്ട്, പ്രയോജനം എടുക്കാത്തവരുമുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഇത് വായിച്ചിട്ട് നമ്മള് ഒരു ഭക്തൻ എങ്ങനെയാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതാണ് നമ്മൾ അനുകരിക്കേണ്ടത്. അപ്പോ നമ്മൾ ഒരിക്കലും കൃഷ്ണനെ അനുകരിക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം നമുക്കതിന് സാധിക്കില്ല. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും കൃഷ്ണന്റെ ഉപദേശങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോ അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന അധമകുലത്തിലും അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, വൈശ്യർക്ക്, ശൂദ്രർക്ക് ഇവർക്ക് എല്ലാവർക്കും തന്നെ ആധ്യാത്മികമായിട്ട് ഉയരാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതിലും ഉയർന്ന കുലത്തിലുള്ള കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ എന്നുള്ളതാണ്
33 ശ്ലോകത്തില് ഭഗവാൻ ചോദിക്കുന്നത്. ശ്ലോകം 33. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തദാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തദാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തദാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കിം പുനർബ്രഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തദാ അനിത്യാസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം കിം നമോ പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തദാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തദാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തദാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കിം പുനർബ്രാഹ്മണ പുണ്യ ഭക്താ രാജർഷയസ്തദാ അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ വിവർത്തനം ഭാവാർത്ഥം. തഥാ അപ്പോൾ പുണ്യ ബ്രാഹ്മണ പുണ്യാത്മാക്കളായ ബ്രാഹ്മണരെയും ഭക്ത രാജർഷയ ഭക്തരായ രാജർഷികളെയും കുറിച്ച് പുനഃക്യം പിന്നെ എന്ത് പറയാനാണ്? അനിത്യം അനിത്യവും അസുഖം ദുഃഖപൂർണവുമായ ഇമം ലോകം ഈ ലോകത്തെ പ്രാപിച്ചിട്ട് മാം ഭജസ്വ അവർ എൻ്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ പുണ്യാത്മാക്കളായ ബ്രാഹ്മണരെയും ഭക്തരായ രാജർഷികളെയും കുറിച്ച് പിന്നെ എന്ത് പറയാനാണ്? അനിത്യവും ദുഃഖപൂർണവുമായ ഈ ലോകത്തെ പ്രാപിച്ചിട്ട് അവർ എൻ്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നു. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു സ്ഥലമല്ല. അനിത്യം അസുഖം ലോകം അത് നശ്വരമാണ്, അതുപോലെ തന്നെ ദുഃഖപൂർണവും ആണ്. നമ്മൾ തന്നെ ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട്, ദുഃഖാലയം അശാശ്വതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ബുദ്ധിയുള്ള ഒരു മനുഷ്യരും ഇത് മറിച്ചൊരു അഭിപ്രായം പറയില്ല എന്ന് മാത്രമല്ല, ഈ ഭൗതിക ലോകത്തില് ഒരിക്കലും അവരൊരു സ്ഥിരവാസം ആഗ്രഹിക്കില്ല. അതാണ് ഭഗവാനോട് പറയുന്നത്. മായാവാദികൾ പറയും ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നൊക്കെ പറയും. ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, ഈ ജഗത് എന്ന് പറയുന്നത് മിഥ്യയാണെന്നൊക്കെ പറയും. പക്ഷെ ഭഗവത്ഗീത വായിച്ചിട്ടുള്ള നമുക്കെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് മിഥ്യയല്ല. ഭൗതിക ലോകം ഉണ്ട്, പക്ഷെ അത് ക്ഷണികമാണ്. ഭഗവാന്റെ ഒരു ശ്വാസം അത്രയേ ഉള്ളൂ ഈ ഭൗതിക ലോകത്തിന്റെ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് അനിത്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭൗതിക ലോകത്തിന് ഉപരിയായിട്ട് ഒരു പരമമായിട്ടുള്ളൊരു വ്യോമം ഉണ്ട്, ഭഗവാന്റെ വാസസ്ഥാനം. നമ്മള് കഴിഞ്ഞ 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, പരതസ്മാസ്തു ഭാവന്യോ വ്യക്താവ്യക്താ സനാതനഃ യസസ്സർവേഷു ഭൂതേഷു നശ്യസ്ത്വന വിനശ്യതി. ഈ ഭൗതിക ലോകം നശിച്ചു കഴിഞ്ഞാലും പരസ്തസ്മാത് ആ പരമമായിട്ടുള്ള വ്യോമത്തിന് നാശം സംഭവിക്കുന്നില്ല, അത് സനാതനമാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സനാതനമായിട്ടുള്ള ആ ധാമത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഓരോ ഭക്തന്റെയും ലക്ഷ്യം. അത് ആർക്കും സാധിക്കും. അധമകുലത്തിൽ പിറന്നവർക്കും ശൂദ്രർക്കും വൈശ്യർക്കും സ്ത്രീകൾക്കും ഒക്കെ സാധിക്കും എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ബ്രാഹ്മണർക്ക് അതുപോലെ തന്നെ ഭക്തരായിട്ടുള്ളവർക്ക് രാജർഷികൾക്ക് ഇത് എന്തുകൊണ്ട് സാധിക്കില്ല എന്നാണ് ഭഗവാൻ അർജുനനോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? കാരണം
അർജുനൻ രാജകുലത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തന്നു. അപ്പൊ നിനക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? നിനക്കും തീർച്ചയായിട്ടും ഇത് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിനെന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഭജസ്വമാം, നീ എന്നെ ഭജിക്കണം എന്നുള്ള, നീ എന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുക, നീ എന്നെ ഭജിക്കുക. അതുവഴി നിനക്കും എന്റെ ധാമത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അർജുനന് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ കൃഷ്ണാവബോധം പരിശീലിക്കുക മാത്രമേ വേണ്ടൂ. കൃഷ്ണാവബോധം പരിശീലിച്ചിട്ട് നമ്മൾ ഭക്തിമാർഗത്തിൽ പരിപൂർണത നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും ആ ഭഗവത്ധാമത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. എങ്ങനെ നമുക്ക് ഭക്തിമാർഗം പരിശീലിക്കാം എന്നുള്ളതാണ് ഈ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിലെ ഭഗവാൻ പറയുന്നത്. ശ്ലോകം 34. മന്മനാഭവ മദ്ഭക്തോ യാചി മാം നമസ്കുരു മാമേ വൈഷ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. മന്മനാഭവ മദ്ഭക്തോ യാചി മാം നമസ്കുരു മാമേ വൈഷ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. മന്മനാഭവ മദ്ഭക്തോ മദ്യാചി മാം നമസ്കുരു മാമേ വൈഷ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. ശ്രീകൃഷ്ണ. മന്മനാ ഭവ മത്ഭക്തോ മത്യാജീ മാം നമസ്കുരു മാമൈ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്മനാ ഭവ മദ്ഭക്തോ മധ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തേവം ആത്മാനം മത്പരായണഃ. ഹരേ കൃഷ്ണ. മന്മനാ ഭവ മദ്ഭക്തോ മത്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനം മത്പരായണഃ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവ. മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവ ആത്മാനം മത്പരായണഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവിന്റെ വിവർത്തനം ഭാവാർത്ഥവും മന്മനാഭവ, എന്നിൽ മനസ്സുറപ്പിക്കുക. മദ്ഭക്താഭവ, എന്റെ ഭക്തനാകുക. മദ്യാജി, എന്നെ ആരാധിക്കുക. മാം നമസ്കുരു, എന്നെ പ്രണമിക്കുക. ഏവം, ഇപ്രകാരം മത്പരായണഃ, മത്പരായണനായി. ആത്മാനം, നിന്റെ ആത്മാവിനെ. യുക്ത്വ, പൂർണ്ണമായി മുഴുകിച്ചിട്ട്. മാം ഏവ ഏഷ്യസി, നീ എന്നെ തന്നെ പ്രാപിക്കും. എന്നിൽ മനസ്സുറപ്പിക്കുക, എന്റെ ഭക്തനാകുക, എന്നെ ആരാധിക്കുക, എന്നെ പ്രണമിക്കുക. ഇപ്രകാരം മത്പരായണനായി നിന്റെ ആത്മാവിനെ പൂർണ്ണമായി മുഴുകിച്ചിട്ട് നീ എന്നെ തന്നെ പ്രാപിക്കും. അപ്പോ സർവസേവനങ്ങളും നമ്മൾ ഭക്തിപൂർവം ഭഗവാൻ കൃഷ്ണന് അർപ്പിക്കണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. ഈ മലിനമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തരാകണം എന്നുണ്ടെങ്കിൽ കൃഷ്ണാവബോധം നേടല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല എന്നുള്ളത് ഭഗവാനോട് ഉറപ്പിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഈ ഒരു തത്വം മനസ്സിലാക്കണം. നമ്മൾ പല പല ശ്ലോകങ്ങളിലും പല പല അധ്യായങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തു. രണ്ടാമത്തെ അധ്യായത്തിൽ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ശരീരമല്ല, നമ്മുടെ ആത്മാവാണ്. നമ്മള് ആത്മാവ് ആണ് എന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. മമൈവാംശോ ജീവലോകെ, ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാന്റെ അംശം ആണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ കർത്തവ്യം എന്താണ്? ഭഗവാനെ സേവിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ കർത്തവ്യം. എങ്ങനെ നമുക്ക് സേവിക്കാം ഭഗവാനെ? അതാണ് ഇവിടെ പറയുന്നത്. മന്മനാഭവ, നിങ്ങള് എന്റെ ലീലകളിൽ തന്നെ നിങ്ങൾ മനസ്സുറപ്പിക്കുക.
ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനന്തമാണ്. ലീലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല അതിന്. അതങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഇപ്പോ ഇവിടെ കഴിഞ്ഞ 5000 വർഷം മുമ്പ് ദ്വാപരയുഗം അവസാനിച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറൊരു സ്ഥലത്ത് ദ്വാപരയുഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ പിന്നെ വേറൊരു പ്ലാനറ്റിലാവും ദ്വാപരയുഗം. അങ്ങനെ ആ ദ്വാപരയുഗവും അതുപോലെ തന്നെ ദ്വാപരയുഗത്തിലെ ഭഗവാന്റെ ലീലകളും അതങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ആ അവതാരവും ആ ഭഗവാന്റെ ലീലകളും മാത്രം ശ്രീമദ് ഭാഗവതത്തിന്റെ 10ാം സ്കന്ധത്തില് വിവരിക്കാനായിട്ട് ശുകദേവ് ഗോസ്വാമി 90 അധ്യായങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് ഏകദേശം മൊത്തം ശ്രീമദ് ഭാഗവതത്തിന്റെ 30% ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു ജീവിതകാലം, ഈ ഒരു ആയുഷ്കാലം നമുക്ക് മതിയാവില്ല നമുക്ക് ഭഗവാന്റെ ലീലകളെ കുറിച്ച് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണെന്ന് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ സമയം പാഴാക്കുന്നത്? ഭഗവാന്റെ ലീലകളെ കുറിച്ച് മാത്രം സ്മരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഭൗതിക കർമ്മങ്ങൾ ചെയ്തുകൂടെ എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. മന്മനാഭവ, എന്നിൽ മനസ്സർപ്പിക്കുക. നിങ്ങൾ ഭൗതികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നിങ്ങൾ എന്നിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യൂ എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പൊ അടുത്തത് പറയുന്നത് മത് ഭക്താഭവ, നിങ്ങൾ അതിന്റെ ഭക്തരായിട്ട് തീരെ. ഇപ്പൊ നമ്മളൊക്കെ പുറത്ത് ഏതെങ്കിലും ഇപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ആ ഓഫീസിന്റെ ആ മുതലാളിയെ നമ്മൾ സേവിക്കാനായിട്ട് നമ്മൾ കഴിയുന്നത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം അയാളെ സേവിച്ചാൽ മാത്രമേ നമുക്ക് ആ മാസം തീരുമ്പോൾ നമുക്ക് ആ ശമ്പളം കിട്ടുള്ളൂ. അതുപോലെ ഒരു ദിവസം ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ആ ശമ്പളത്തിന് ചിലപ്പോൾ 2 മണിക്കൂർ ഇതിന്റെ ശമ്പളം കട്ട് ചെയ്തു എന്ന് വരും. അപ്പൊ ഒരു ദിവസം ലീവ് എടുത്താൽ ചിലപ്പോൾ ശമ്പളം കിട്ടിയില്ല എന്ന് വരും. പക്ഷെ അയാളെ നമ്മൾ സോപ്പിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് ഇളവ് കിട്ടും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഭഗവാനെ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ചർച്ച ചെയ്ത പോലെ അഥവാ നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിക്കഴിഞ്ഞാൽ പോലും ഭഗവാൻ നമ്മൾ അതിൽ നിന്ന് നമ്മൾ കൈപിടിച്ച് കയറ്റും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ 31ാമത്തെ ശ്ലോകത്തിൽ രമേ ഭക്തി പ്രണശതി, എന്റെ ഭക്തർക്ക് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. അപ്പോ എന്താണ് ഭക്തി? ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിയുത സേവനം. ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തി പരേശാനുഭവ വിരക്തി. ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നുള്ള വിരക്തി, അതുപോലെ പരേശ ഭഗവാനോടുള്ള ആ കൂടുതലായിട്ടുള്ള അടുപ്പം, ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഭക്തി വളർത്തിയെടുക്കണം. മദ്യാജി, ഭഗവാനെ ആരാധിക്കുക. കാരണം ഭഗവാനെ ആരാധിക്കുക എന്നുള്ളതാണ് എല്ലാ ആരാധനകളും വെച്ചിട്ട് ഏറ്റവും മുഖ്യമായിട്ടുള്ള ആരാധന. മഹാദേവൻ അത് പാർവതി ദേവിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരാധനാനാം സർവേഷാം വിഷ്ണുരാരാധനം പരം എന്ന് പറയുന്നുണ്ട്. എല്ലാ ആരാധനകളും വെച്ചിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ചാൽ മതി, അത് മാത്രം പോരാ, വിഷ്ണുവിന്റെ ഭക്തന്മാരെ നമുക്ക് ആരാധിക്കാം. അപ്പൊ ആ കാറ്റഗറിയിലാണ് മഹാദേവനൊക്കെ വരുന്നത്. ഇപ്പോ നമ്മുടെ ആചാര്യന്മാര്, നമ്മൾ ഗുരുപൂജ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവരെല്ലാം ഭഗവാന്റെ ഭക്തന്മാരാണ്. മഹാദേവൻ തന്നെ പറയുന്നുണ്ട്, തസ്മാത് പരതരം ദേവി തദ്ദീയാനാം സമർച്ചനം. ഭഗവാനെ ആരാധിക്കുന്നതിനും പ്രധാനം ഭഗവാന്റെ ഭക്തന്മാരെ ആരാധിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. ഭഗവാനെ ആരാധിക്കുന്നതും അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാരെ ആരാധിക്കുന്നതും ഇത് രണ്ടും ഒരുമിച്ച് പോകേണ്ട കാര്യങ്ങളാണ്. ഭഗവാനെ നമുക്ക് എങ്ങനെ ആരാധിക്കാം? നമുക്ക് പല രീതിയിലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സേവനങ്ങൾ നമുക്ക് ഭഗവാനെ അനുഷ്ഠിക്കാം. മന്ദിരമാർജനം, ചിലർക്ക് നല്ല ക്ലീനിങ് പ്രോസസ്, ക്ഷേത്രമൊക്കെ തുടച്ച് വൃത്തിയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് താല്പര്യം. ചിലർക്ക് മന്ദിര നിർമ്മാണം, ക്ഷേത്രങ്ങൾ പണിയുന്നതിലായിരിക്കും താല്പര്യം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാം. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് വേണിച്ചാൽ ഭഗവാനെ ആരാധിക്കാം. ഭഗവാനെ സംബന്ധിച്ചിട്ട് ഏതൊരു ചെറിയ കാര്യം പോലും ഭഗവാൻ അത് വലിയതായിട്ട് കണക്കാക്കും. സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ
ത്രായതേ മഹതോപയാത്. അപ്പോ നമ്മൾക്ക് ഉതകുന്ന രീതിയിൽ നമ്മൾ പരിശ്രമം ചെയ്യുക മാത്രമേ വേണ്ടൂ. പിന്നെ മാം നമസ്കുരു, നിങ്ങൾ എന്നെ നമസ്കരിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഇപ്പം നമ്മളൊരു കുലീന കുടുംബത്തിലൊക്കെ ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നവരെ നമ്മൾ നമസ്കരിക്കും. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ മുതിർന്നവരെ നമസ്കരിച്ചിട്ട് പോകും. തിരിച്ചു വരുമ്പോഴും മുതിർന്നവരെ നമസ്കരിക്കും. നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ നമസ്കരിക്കും. അപ്പൊ എന്തുകൊണ്ട് നമ്മളുടെ പരംപിതാവായിട്ടുള്ള ഭഗവാനെ നമുക്ക് നമസ്കരിച്ചുകൂടാ? ഭഗവാൻ അതാ പറയുന്നത്, മാം നമസ്കരിക്കും, നിങ്ങൾ എന്നെ നമസ്കരിക്കും. അപ്പോ ഒരു സേവനവും ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് നമുക്ക് ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ നമസ്കരിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭഗവാനോടുള്ള ഭക്തി വളർത്തിയെടുക്കുക സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ തന്നെ മനസ്സൊപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ഭക്തനാക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നെങ്കിൽ മാം ഏവ ഏഷ്യസി, നിനക്ക് എന്നെ തന്നെ പ്രാപിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന 9ാം അധ്യായം ഇവിടെ ഭഗവാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരുദേവ് കി ജയ്. നിതായ് ഗൗര പ്രേമാനന്ദേ. ഈ പറഞ്ഞ 4 ശ്ലോകങ്ങളെ കുറിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി, പാദ നമസ്കാരം. ഹരേ കൃഷ്ണ പ്രഭുജി, ഒരു സംശയം ചോദിക്കട്ടെ. ഭഗവാൻ പറഞ്ഞ പോലെ മന്മനാ ഭക്തം എന്നുള്ള ഈ ശ്ലോകത്തിൽ ഭക്തിയുണ്ട്, ജ്ഞാനമുണ്ട്, സേവനമുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് പ്രഭുജി യമനിയമങ്ങൾ എന്ന് പറയുന്നത്? അത് ബാധകമാണോ ഇതിൽ? അതൊരു പ്രോസസ്സാണ്. കാരണം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട്. അപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വഴിതെറ്റി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ഇപ്പൊ നമ്മളിപ്പോ വഴി കൂടെ ഇപ്പൊ വണ്ടി ഓടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സിഗ്നല്, ചുമന്ന സിഗ്നല് കാണാൻ നമ്മൾ വണ്ടി നിർത്തണം, വേണ്ടേ? നമുക്ക് അതിനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. ആ റെഡ് സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ട് പിന്നെ ഗ്രീൻ ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഭക്തി മാർഗത്തിലും നമുക്ക് ചില യമനിയമങ്ങളുണ്ട്. നമ്മുടെ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ള യമനിയമങ്ങൾ. അത് നമ്മൾ പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി മാർഗത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടുള്ള പരിശുദ്ധിക്ക് ഈ യമനിയമങ്ങൾ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹരേ കൃഷ്ണ പ്രഭുജി, അല്ല ഇത് നമ്മളിതെല്ലാം ഭക്തിയും എല്ലാ ജ്ഞാനവും എല്ലാം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പൊ അതിനകത്ത് ഈ യമനിയമങ്ങൾ വന്നെങ്കിലേ അതിന് ഇതുണ്ടാവും എന്നാണോ പ്രഭുജി പറയുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം ജ്ഞാനം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ജ്ഞാനവും വിജ്ഞാനവും വേണം. നമ്മളത് പ്രാക്ടിക്കലായിട്ട് നമ്മളത് ചെയ്യണം. നമുക്ക് അറിവുണ്ടെന്നുകൊണ്ട് കാര്യമില്ല. പലർക്കും ഭഗവത്ഗീത മുഴുവൻ ബൈ ഹാർട്ട് അറിയാം, പക്ഷെ അവരവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അറിവ് കൊണ്ട് പ്രയോജനമില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഈ സ്വല്പം അഭ്യസ്ത സർമ്മസ്യ, അതിന്റെ ഒരു യഥാർത്ഥ കറക്റ്റ് ഇതിന്റെ ഒരു എന്ന് പറയണ, അതായത് നമ്മളുടെ ഒരു ചെറിയ പരിശ്രമം പോലും ഭഗവാൻ അത് വളരെ വലുതായിട്ട് കണക്കാക്കും. ഓ, ഈ വ്യക്തി എന്റെ ഭക്തി മാർഗത്തിൽ മുന്നേറാനായിട്ട് ഒരു ചെറിയ പരിശ്രമെങ്കിലും നടത്തിയിട്ടുണ്ടല്ലോ, ഞാൻ അതുകൊണ്ട് അയാളെ തീർച്ചയായിട്ടും സഹായിക്കണം. അവർക്ക് വീഴ്ച പറ്റിക്കഴിഞ്ഞാലും ഞാൻ അവരെ വീണ്ടും ഉയർത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് ഭഗവാന് അറിയാം. കാരണം എല്ലാവരും തന്നെ ഭഗവാന്റെ മക്കളാണ്. അപ്പോൾ ഒരു മക്കളും ചീത്തയാകണം എന്ന് ഭഗവാൻ ഒരിക്കലും ആഗ്രഹമുണ്ടല്ല. എല്ലാവരും നന്നാവണം എന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ പരിശ്രമം നടത്തി കഴിഞ്ഞാൽ പോലും തീർച്ചയായിട്ടും ഭഗവാൻ അത് കണക്കിലെടുക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഈ ചെറിയ പരിശ്രമം എന്ന് പറയുന്ന ഭക്തി അല്ലേ? അതെ, ഭക്തി മാർഗം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, അപ്പൊ നമ്മൾ ഇത് ഭക്തി എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ യമനിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അത് ഭഗവാൻ നമ്മളോട് ക്ഷമിക്കത്തില്ലേ പ്രഭുജി? ഇല്ല, ക്ഷമിക്കില്ല. കാരണം യമനിയമങ്ങൾ ചെയ്താലേ നമുക്ക് ഭക്തി മാർഗത്തിൽ മുന്നേറാം. ഇപ്പൊ നമ്മളിപ്പോ
ഇപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് 9ാമത് പത്രം പുഷ്പം ബലന്തോയം വ്യോമിയ ഭക്തി അപ്രയച്ചതി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് ഇത് തുളസി ഇല അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങള് അല്ലെങ്കിൽ പുഷ്പം, വെള്ളം ഇതെല്ലാം നിങ്ങൾ സമർപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് കണക്കിലെടുക്കാതെ നമ്മൾ ചിലപ്പോൾ മീനും ഇറച്ചൊക്കെ നമ്മൾ ഭഗവാന് നിവേദിക്കുകയില്ല. നമ്മൾ ഒരിക്കലും ചെയ്യില്ല. ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ ഭഗവാന്റെ ക്ഷേത്രമല്ല. ഇപ്പൊ മുത്തപ്പന്റെ ക്ഷേത്രത്തില് കള്ളും മീനൊക്കെ നമ്മൾ സമർപ്പിക്കും, പക്ഷെ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഒരിക്കലും നമ്മൾ ചെയ്യില്ല. കാരണം അത് ഭഗവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോ അതുകൊണ്ടാണ് യമനിയമങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത്. കാരണം യമനിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഭൗതികമായിട്ടുള്ള കൽമഷങ്ങളിൽ നിന്നും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു കിടക്കാം. കണക്റ്റഡ് ആണ്. നമ്മളിതെല്ലാം പരിശീലിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീഴ്ച പറ്റാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ശ്രീലാപ്രഭുവാരുടെ ആ ഭക്തന്മാർ പലപ്പോഴും തുടക്കത്തിൽ ചിലർക്ക് മദ്യം ഉപേക്ഷിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ സിഗരറ്റ് ഉപേക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരുന്നു. ഇപ്പൊ ശ്രീലാപ്രഭുവാദിർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നിനക്ക് അങ്ങനെ സിഗരറ്റ് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ അത് ഭഗവാന് സമർപ്പിച്ചിട്ട് നീ അത് വലിക്കാൻ പറഞ്ഞു. അപ്പോ അയാൾ അങ്ങനെ പ്രഭുവാദിർ പറഞ്ഞ പോലെ ചെയ്തു. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് തോന്നി, ഞാൻ ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇത് ഞാൻ എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. പക്ഷെ ഭഗവത്ഗീതയിലെ എവിടെയും സിഗരറ്റ് എനിക്ക് ഇല്ല, എൻ്റെ ആചാര്യനും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നോടുള്ള ആ കമ്പാഷൻ, ആ ദയ കൊണ്ട് ശ്രീലാപ്രഭുവാദിർ അത് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ടും സിഗരറ്റ് വലി നിർത്തി. എനിക്കറിയാം, മായാപുരം എന്നോട് ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഒരു സീനിയർ ഡിവോട്ട് എന്നെ പറയുന്നത്, ഞാൻ 41 സിഗരറ്റ് വലിച്ചിരുന്നു, പക്ഷെ ഞാൻ 8 ദിവസം കൊണ്ട് നിർത്തി എന്ന് പറയുകയുണ്ടായി. അപ്പോ അതാണ് ഭക്തിമാർഗത്തിന് മുന്നേറണം എന്നുണ്ടെങ്കിൽ യമനിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്.